17th ഓഗസ്റ്റ് 2020. ഇന്നെൻ്റെ ജന്മദിനമാണ്. ജന്മദിന ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് തന്നെ നന്ദി അർപ്പിക്കുന്നു. പക്ഷേ ആശംസകൾ അറിയിച്ചവർക്കും ഇപ്പോൾ എന്നെ കേൾക്കുന്നവർക്കും എൻ്റെ മുഴുവൻ ഹിസ്റ്ററി അറിയണമെന്നില്ല. ഇവിടെ എൻ്റെ പൂർവ്വജീവ ചരിത്രം പറയുവാനായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ജീവിതം മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത്. ചിലർ ഈ കഥ മുമ്പേ കേട്ടിട്ടുണ്ട്. ഇവൻ എന്താ ഇത്ര വലിയ കുഴപ്പമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് ഇവിടെ. ശരിയാ, എനിക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ആരും കാണാതെ പോയാൽ എൻ്റെ ചെറിയ കുഴപ്പങ്ങൾ. ചുരുക്കി പറയുകയാണെങ്കിൽ അസാധാരണത്വം നിറഞ്ഞ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം. 2003 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ചെങ്ങന്നൂരിലാണ് എൻ്റെ ജനനം. മിക്ക ഓർത്തഡോക്സുകാരുടെയും പതിവ് പോലെ പരുമലപ്പള്ളിയിൽ വെച്ചായിരുന്നു എൻ്റെ മാമോദിസ. ഗീവർഗീസ് എന്നായിരുന്നു എൻ്റെ മാമോദിസ പേര്. പിന്നെ എൻ്റെ ജീവിതം ബഹറിനിലായിരുന്നു. ഓർത്തഡോക്സ് ആരാധനയോടും അതിൻ്റെ ഗാനങ്ങളോടും വലിയ മതിപ്പുണ്ടായിരുന്ന എനിക്ക് പള്ളിയും പട്ടക്കാരനും എന്നും എൻ്റെ ഹരമായിരുന്നു. പുരോഹിതന്മാർ കാണിക്കുന്ന പല പ്രവൃത്തികളും അതേ വേദിയിൽ തന്നെ ഞാൻ അനുകരിച്ചു തുടങ്ങി. പക്ഷെ അവർ പറയുന്നതൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം 4 വയസ്സായപ്പോഴും സംസാരശേഷി എനിക്കില്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മാതാപിതാക്കളോടൊപ്പം ഇരുന്നപ്പോൾ അത്രയും നാളും കാത്തിരുന്ന ഒരു ശ്രുതി എൻ്റെ വായിൽ നിന്നും പുറപ്പെട്ടു. അതൊരു ഉച്ചാരണമല്ലായിരുന്നു, അമ്മേ എന്ന നിലവിളിയുമല്ലായിരുന്നു. പകരം അതൊരു സംഗീതമായിരുന്നു. ആ പാട്ട് ഇപ്രകാരമായിരുന്നു: സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഇത് കേട്ട മാതാപിതാക്കൾ ഞെട്ടിപ്പോയി. വാ തുറന്നത് സംഗീതത്തിലൂടെ. സത്യത്തിൽ അതൊരു അത്ഭുതമായിരുന്നു. എൻ്റെ അമ്മ ഈ അത്ഭുതത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി. അന്നു മുതൽ ദൈവത്തെയും സഭയെയും സേവിക്കുന്ന ഒരു വൈദികനാകണമെന്ന അഭിലാഷമുണ്ടായി. തുടർന്നുള്ള ജീവിതം തമാശകൾ നിറഞ്ഞതായിരുന്നു. UKG പഠിക്കുന്ന കാലത്ത് തന്നെ എന്നെ 5 സ്കൂളുകളിലായി മാറി മാറി പഠിപ്പിച്ചു. അതിനൊരു കാരണവുമുണ്ട്. എനിക്ക് വളരെ നല്ല ഒരു ദുശീലമുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ആരെന്ത് ചെയ്താലും, തെക്കൻ കാറ്റ് വടക്കോട്ട് വീശിയാലും ചുമ്മാ കിടന്ന് അലറിക്കരയും. ഇത് കേൾക്കുന്ന എല്ലാവരും അപ്പുറത്തെ കണ്ടം വഴി ഓടുവാൻ തുടങ്ങും. ഇങ്ങനെയുള്ളൊരു കുട്ടീനെ ആര് പഠിപ്പിക്കും? പക്ഷേ എന്നെ ആദ്യം പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജിങ്കിൾ ബെൽസിലെ സാലി ടീച്ചറായിരുന്നു. അവർ എൻ്റെ മാത്രം ടീച്ചറല്ല, ചെങ്ങന്നൂരിൻ്റെ സ്വന്തം ടീച്ചറായിരുന്നു. നനഞ്ഞ കവിളുകളിൽ പുഞ്ചിരി തഴുകാൻ തുടക്കം കുറിച്ചത് ആ നല്ല മനസ്സാണ്. ഇന്ന് ആ വ്യക്തിത്വം ജീവിച്ചിരിപ്പില്ല. പണ്ടേ ഞാൻ മറന്നുപോയ ആ നല്ല മനസ്സിനെ ഒരിക്കൽ കൂടെ കാണണമെന്ന് മോഹിച്ചപ്പോഴത്തേക്കിനും ആ ടീച്ചർ ഈ ലോകത്തോട് വിട പറഞ്ഞു.
പിന്നീടുള്ള ജീവിതം കൊല്ലത്ത് വെച്ചാണ്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട ഒരു ചൊല്ല് യാഥാർത്ഥ്യമായത് 7.5 വർഷങ്ങൾക്ക് ശേഷം ചേർത്തലയിലേക്ക് താമസം മാറ്റിയപ്പോഴാണ്. ഒരുപാട് ഞാൻ സമ്പാദിച്ചു. പുത്തൻ അറിവുകൾ, അനുഭവങ്ങൾ, സൗഹൃദങ്ങൾ, പ്രണയലീലകൾ, അവാർഡുകൾക്ക് പകരം കിട്ടിയ പാത്രങ്ങൾ, പുസ്തകങ്ങൾ, അങ്ങനെ പോകുന്നു ഒരു നീണ്ട നിര. നിലവിൽ ഞാനൊരു +2 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ്. ഇതൊന്നുമല്ല എൻ്റെ ജീവിതം മാറ്റിമറിച്ച്. പണ്ട് ബാംഗ്ലൂരിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീടിനടുത്തുള്ള ഒരു വൃക്ഷം എനിക്ക് അലർജിക്കായിരുന്നു. അതെൻ്റെ ജീവനെടുക്കുന്ന സാഹചര്യം വരെ എത്തിയപ്പോൾ ഒന്നും നോക്കാതെ അന്ന് തന്നെ പെട്ടിയും സാധനങ്ങളും എല്ലാം പൊതിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി. ഇന്നും ഞാൻ ഓർക്കുന്നു അന്ന് എൻ്റെ അമ്മ അനുഭവിച്ച സ്ട്രെസ്സും മറ്റും. അന്നത് ചെയ്തതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ടു. പക്ഷേ കുടുംബത്തിന് മുഴുവനും തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു ദുഃഖവാർത്ത വന്നു. 8 മാസം അമ്മയുടെ വയറ്റിലുണ്ടായിരുന്ന തൻ്റെ കുഞ്ഞിന് മൈക്രോകെഫാലിയ എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചു. ആ യാത്രയിൽ എൻ്റെ ജീവിതം രക്ഷിക്കുമ്പോൾ മറ്റൊരിടത്ത് ഉള്ള ജീവനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2007 ഓഗസ്റ്റ് 22 അവൾ ഈ ഭൂമിയിൽ വന്നു. അന്ന് അച്ഛൻ വിദേശത്തായിരുന്നു. ആ കുഞ്ഞിനെ ആദ്യമായി കാണുന്നതും അവളെ വഹിക്കുന്നതും 4 വയസ്സും പ്രായം മാത്രമുള്ള ഞാനായിരുന്നു. അമ്മ അവിടെ തളർന്നില്ല. ആ കൊച്ചിനെ നല്ല രീതിയിൽ തന്നെ വളർത്തി. നല്ല ജോലി ഉണ്ടായിരുന്ന അപ്പൻ സർവ്വതും ഉപേക്ഷിച്ച് വിദേശത്തു നിന്ന് സ്വദേശത്തേക്ക് വന്നു. അന്നൊക്കെയാണ് കുടുംബ വഴക്കുകളൊക്കെ ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വൈദികനാകണമെന്നുള്ള എൻ്റെ മോഹത്തിന് അപ്പൻ നിരുത്സാഹപ്പെടുത്തി. നീ കൊച്ചിനു വേണ്ടി ജീവിക്കണമെന്നും ദൈവവിളി ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതിയെന്നും വീട്ടിലെ സ്ഥിരം ഡയലോഗുകളായി മാറി. 18 വർഷത്തെ എൻ്റെ ജീവിതത്തിനൊടുവിൽ പൊട്ട, പട്ടി, വട്ട എന്നീ പട്ടങ്ങളും സ്വന്തമാക്കി. പകച്ചുപോയി എൻ്റെ ബാല്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ്റെയും കപ്പ്യാരുടെയും ചരിത്രം തന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മുൻപിൽ എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് വാചകങ്ങൾ സ്ഫുടമായി പറയുന്നതും അവർ കാണുന്ന ഇംഗ്ലീഷ് സിനിമകൾ എന്നോട് പങ്കുവെക്കുമ്പോഴും ഇംഗ്ലീഷ് പാട്ടുകൾ പാടുന്നതും കാണുമ്പോഴാണ്. ഹിന്ദിയുടെ കാര്യത്തിലും അതുതന്നെയാണ്. 4ാം ക്ലാസ് മുതലാണ് ഹിന്ദി പഠിക്കാൻ തുടങ്ങിയത്. പഠന കാര്യത്തിൽ നന്നേ മടിയനായിരുന്നു, മഠയനുമായിരുന്നു. പക്ഷേ പള്ളിക്കാര്യത്തിൽ മാത്രം ഞാൻ കേമനായിരുന്നു. എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച മറ്റൊരു ദിനമായിരുന്നു 2016 മെയ് 26 അന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലെ നാഷണൽ ഹൈവേയിൽ റോഡ് മുറിച്ച് കിടക്കുവാൻ ശ്രമിച്ചപ്പോൾ എതിർദിശയിൽ നിന്നും അശ്രദ്ധമായി വന്ന ബൈക്ക് സ്കൂട്ടറിലിടിക്കുകയും എൻ്റെ അപ്പനും അനിയത്തിയും റോഡരികിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. ആ വീഴ്ചയിൽ അപ്പൻ്റെ കാലൊടിഞ്ഞു. എന്നാൽ അനിയത്തി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതേ മാത്രയിൽ തന്നെ വീണ്ടും ഒരപകടമുണ്ടായി. അവിടെയും ദൈവത്തിൻ്റെ കരങ്ങൾ അവളിലുണ്ടായിരുന്നു. അന്ന് എൻ്റെ ജീവിതം ഒരു മാറ്റത്തിന് സമയമായി എന്ന കാഹളധ്വനി മുഴക്കി. പരസഹായമില്ലാതെ ഒറ്റയ്ക്ക് എന്തും ചെയ്യുവാൻ ഞാൻ പഠിച്ചു തുടങ്ങി. ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുമ്പോൾ
എൻ്റെ അപ്പൻ ഒന്നുകൂടെ ആ ക്ലീശ ഡയലോഗ് പറഞ്ഞു, നീ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. പക്ഷേ അമ്മ അത് വേറൊരു അർത്ഥത്തിൽ എന്നെ മനസ്സിലാക്കിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ 10ാം ക്ലാസ് പാസ്സായി. ഇനി എന്തു പഠിക്കണം എന്ന ചോദ്യവുമായി പാതി വികലാംഗനായിരുന്ന എൻ്റെ അപ്പൻ തെരുവീഥികളിലൂടെ നടന്നു. അനേകം ആരാഞ്ഞു എന്നെ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിന് വിധേയനാക്കി. ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം കൊമേഴ്സ് വിഷയം പഠിക്കുവാൻ തീരുമാനിച്ചു. അന്നുവരെ കൊമേഴ്സ് എന്താണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. പക്ഷേ കുടുംബം തന്ന ഭാരം അത് പഠിക്കുവാൻ എന്നെ നിർബന്ധിപ്പിച്ചു. പഠനം എന്തുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തുകൂടാ എന്നാലോചിച്ചപ്പോൾ ചില റൊമാൻറ്റിക് ഹോർമോണുകൾ എന്നിലുണ്ടാകാൻ തുടങ്ങി. മനസ്സിലൊരു തട്ട് കിട്ടിയതുപോലെ ഒരു ആപ്തവാക്യം മുഴങ്ങി. അതിങ്ങനെയാണ്: ഇഫ് യു ലവ് എ സബ്ജക്റ്റ് truly with your heart, then its notebook will be your heart itself. സോ ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. വിജയിക്കണം എന്ന വാശി മുഴങ്ങി. കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കാതെ കട്ട മോട്ടിവേഷനിൽ ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഈ കോലത്തിൽ ഇരിക്കുന്നു. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ഇതിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയാണ്. അനിയത്തിയെ ഒരു നല്ല നിലയിലെത്തിക്കണം, കുടുംബത്തെ സുരക്ഷിതമായ സ്ഥാനത്തെത്തിക്കണം. അത്രയും കാലം വരെ എനിക്കിത് ഒരു പോരാട്ടം തന്നെയാണ്. വൈദികനാകണമെന്നുള്ള മോഹം ഞാൻ തൽക്കാലം മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് നേരത്തെ തന്നെ ദൈവത്തിൽ നിന്നും വിളി ലഭിച്ചു. അതിൻ്റെ സാക്ഷാത്കാരത്തിനാണ് എൻ്റെ ഈ പോരാട്ടം. എന്നെ ഇത്രയും നേരം സഹിച്ചിരുന്നവരോട് ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. എന്താണ് ഈ ദൈവവിളി? നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അച്ഛനാകാനും കന്യാസ്ത്രീയാകുവാനുമായിട്ടാണ് ദൈവം ചിലരെ വിളിക്കുന്നത്. അങ്ങനൊരു ചിന്ത നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭൂലോക തോൽവികളാണ്. ദൈവം നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. നിന്നെ നിർമ്മിച്ചവൻ നിന്നെ വിളിക്കാതിരിക്കുമോ? പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ദൈവം ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഡോക്ടർമാരെയും നഴ്സുമാരെയും CA-മാരെയും ACCA-മാരെയും IAS-നെയും IPS-നെയും CM-നെയും PM-നെയും നല്ല അച്ഛനെയും നല്ല അമ്മയെയും നല്ല പോലീസിനെയും നല്ല കള്ളനെയും നല്ല മനുഷ്യരെയും എല്ലാം ദൈവം ഇപ്പോൾ വിളിക്കുകയാണ്. മുതിർന്നവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം വിളിച്ചു കഴിഞ്ഞു. ആരെങ്കിലും ഇപ്പോൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ വിളിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. വിളിക്കപ്പെട്ടവരോ അധികം, വേലക്കാരോ ചുരുക്കം. മക്കളെ, നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് എണ്ണുക. ഈ അനുഭവങ്ങളാണ് ഭാവിയിൽ നിങ്ങൾ ആരാകണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഈ അനുഭവങ്ങൾ നിനക്കുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. ആ വിളിക്കായി കാതോർക്കാം. ദൈവം നിങ്ങളെ തീർച്ചയായും വിളിച്ചിരിക്കും. ഇതിലും വലിയ, ഇത്രയും മികച്ച ഒരു മോട്ടിവേഷണൽ വീഡിയോ ഇനി എനിക്ക് നൽകാൻ കഴിയില്ല. ഇത് കേട്ട ആർക്കെങ്കിലും ഒരു കോൾ ദൈവത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ, that is my best contribution
to the mankind. Because, as Mahatma Gandhi once said, my life is my message. Thank you.